ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു 5 ദിവസമായിട്ടുണ്ട്. ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് അതിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. വേദനകളൊക്കെ ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളിപ്പം ഒരു രോഗം വന്നു അല്ലെ ഒരു സർജറി കഴിഞ്ഞു, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കഴിയുമ്പോൾ അത് കുറഞ്ഞ് അത് കവറായി വരും. അപ്പം ഞാനിന്ന് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ എനിക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട്. കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൈയൊക്കെ ഉയർത്തി കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കൈയൊക്കെ ഞാൻ പതുക്കെ അനക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വെയിറ്റ് എടുക്കരുതെന്ന്, കൈ കൊണ്ട് നമ്മൾ വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എക്സസൈസ് ചെയ്യണം. കാരണം നമ്മൾ മസിൽസ്, നെർവ്സ് എല്ലാം ഡാമേജ് ആണല്ലോ ഓൾറെഡി. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ തന്നെ അതൊക്കെ സെറ്റാകും. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ ഞാൻ ഇറങ്ങി കുറച്ച് നടക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കണ്ട, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, സർജറി കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ തന്നെ അങ്ങനെ റൂമിൽ തന്നെ ഇരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നു. ചേട്ടായി മീൻ മേടിക്കാൻ വേണ്ടിയൊക്കെ പോയപ്പം ഞാൻ ജസ്റ്റ് കാറിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഫെക്ഷൻ ആകേണ്ട ഒരു സാധ്യതകളൊന്നുമില്ല, ഞാൻ കാറിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടും അല്ലെ ഹാപ്പി, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമാണെന്ന് ഞാൻ ഇന്നത്തെ ഒരു പോക്കിലൂടെ തന്നെ ഞാൻ മനസ്സിലായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ നമുക്കൊരു രോഗമാണ്, നമുക്ക് വയ്യ, നമ്മൾ ഈ ബെഡിൽ തന്നെയാണ് എന്ന് വിചാരിച്ച് നമ്മളവിടെ തന്നെ കിടന്ന നമ്മുടെ മനസ്സും ഡള്ളാകും. അപ്പോൾ ഈ കുഞ്ഞു ഉള്ള കാര്യങ്ങൾ അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാളും കൂടുതൽ യാത്രയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം പിന്നെ മുസ്ലിംസിൻ്റെ നോമ്പാണ്. അപ്പോൾ അവരൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും പേഴ്സണലായിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരുന്നു, മെസ്സേജസൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ് എത്തുന്നത്. കാരണം എനിക്കത് ഒത്തിരി പോസിറ്റീവാണ്. ഞാൻ ഇത്രയോ ഹാപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാ വ്യക്തികളുടെയും പ്രാർത്ഥനയാണെന്ന് മാത്രം എനിക്ക് പറയേണ്ടത്. പിന്നെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, ചേച്ചി ക്യാൻസർ വന്ന് ചേച്ചിക്കത് എപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി, ചേച്ചി അതെങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു കുഞ്ഞു കാര്യങ്ങൾക്ക് ടെൻഷനാണ്. കാരണം ഇപ്പം പൊതുവിൽ ഞാൻ പറഞ്ഞില്ലേ, പനി വരുന്ന പോലെ തന്നെ ക്യാൻസർ പടരുന്ന ഒരു സംഭവമാണ്. അപ്പം എല്ലാ വ്യക്തികൾക്കും ഒരു പേടിയാണ്. കാരണം ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു പെയിൻ വന്നു, അല്ലെങ്കിൽ ഇച്ചിരി വെയിറ്റ് ലോസായി, അവർക്ക് ഇപ്പം വെയിറ്റ് ലോസിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്ന് പോലും ഇല്ല. പക്ഷെ അതൊക്കെ അങ്ങനെ വരുമ്പം പോലും എല്ലാവരും പേടിക്കുന്നു. ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ക്യാൻസർ ആണോ, എനിക്ക് നല്ല പേടിയുണ്ട്, ടെൻഷനുണ്ട്, അങ്ങനെയുണ്ട് ചേച്ചി, അങ്ങനെ കണ്ടുപിടിച്ച് ഓരോരോ കാര്യങ്ങൾ എന്നോട് തന്നെ പിന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ, ക്യാൻസർ ശരിക്കും ആർക്കും വരാം, ഏത് പ്രായത്തിലും വരാം, ഏത് അവസ്ഥകളിലും വരാം. പക്ഷേ നമ്മൾ ഈ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും പറയുമല്ലോ, നമ്മൾ ഏതോ ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു സിനിമാ നടി ശരിക്കും പറയുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ ടെസ്റ്റുകൾ നേരത്തെ തന്നെ ചെയ്തതുകൊണ്ട് ഞാൻ ക്യാൻസറിന് മുമ്പിൽ തന്നെ ഞാൻ ക്യാൻസർ വരുന്നു എന്ന് കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന്. അപ്പം സാധാരണഗതിയിൽ എല്ലാവരും ചിന്തിക്കും, എനിക്ക് ക്യാൻസർ മുമ്പോട്ടേക്ക് വരുമോ, അല്ലെ നമുക്ക് വരാതിരിക്കാനുള്ള ടെസ്റ്റുകളുണ്ടോ, കാര്യങ്ങളുണ്ടോ? അങ്ങനെയൊന്നും നമ്മൾ ആരും പേടിച്ച് ഓടിപ്പോയിട്ടൊരു ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട കേട്ടോ. കാരണം നമുക്ക് ഓരോ രീതിയിലും നമുക്ക് പിന്നെ പാരമ്പര്യ ഘടകങ്ങൾ ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. കാരണം ജനിതക ഘടകങ്ങളൊക്കെ ക്യാൻസറിനെ വരുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതല്ല എന്ന് നമ്മൾ പറയുന്ന ഒരു ഇതിലാണെങ്കിൽ ശരിക്കും നമ്മൾ പുകവലിക്കുന്നവരാണ്. അല്ല, നമ്മൾ പുകവലിക്കുന്നവരെന്ന് പറഞ്ഞാൽ പുകവലിക്കുന്ന ആൾ മാത്രമല്ല, ആ കൂടെ അവരുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ ആ പുക ശ്വസിക്കുന്ന എല്ലാവർക്കും അത് വരാനൊക്കെ ഒരു സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രം നമ്മളിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ശ്വാസകോശത്തിൻ്റെ ഒരു ക്യാൻസറിൻ്റെ ഒരു കാര്യങ്ങളോ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ നിർത്താൻ മേലാത്തൊരു ചുമയോ, അല്ലെ 2-3 ആഴ്ച കൂടി നിൽക്കുന്നൊരു ചുമയോ, കഫക്കെട്ട് മാറാതെയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റുകൾക്കൊക്കെ നമുക്ക് പോകാം.
പിന്നെ നമ്മൾ ശരിക്കും ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് അറിവില്ല. ശരിക്കും ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ശരിക്കും ഒരു 40+, അതായത് ഒരു 40 വയസ്സൊക്കെ കഴിയുന്ന ഒരു സ്ത്രീക്ക് നമ്മൾ മാമോഗ്രാം നമ്മൾ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം ഈ മാമോഗ്രാം എല്ലാ വർഷവും നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ ഈ കേരളത്തിൽ ഉള്ള സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ്, കാരണം നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കരകയറാൻ പറ്റില്ല. നമ്മൾ ഈ ടെസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ പണ്ട് മുതൽ നമ്മുടെ മലയാളികളുടെ ഒരു മലയാളിത്ത തനിമയാണ്. കാരണം നമ്മളൊക്കെ ഉണ്ടാക്കുന്നു, കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, മക്കൾക്ക് വേണ്ടി കൂട്ടിവെക്കുന്നു. രോഗം വന്നാൽ ചികിത്സിക്കത്തില്ല. ഇനി വന്നു പോയി രോഗം വരുന്നിടത്ത് നമുക്ക് രോഗം വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എങ്കിലും നമ്മൾ ചികിത്സിക്കുകയല്ല, നമ്മളിങ്ങനെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കും. മക്കൾക്ക് വേണ്ടി അവസാനം നമ്മൾ രോഗിയായി കഴിഞ്ഞ ശേഷം നമ്മൾ അറിയും. അന്ന് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തിക്കും ചെയ്യാതിരുന്നിട്ട് അവർ ലാസ്റ്റ് പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവർക്കൊക്കെ ഒരു ലിമിറ്റ് പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ടെസ്റ്റിങ് കാര്യങ്ങൾ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ തന്നെയാണ് അവരുടെ ലൈഫൊക്കെ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഒത്തിരി മാറേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ പൊതുവിൽ നമ്മൾ ഇന്ത്യയിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ക്യാൻസർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ്. അത് നമ്മുടെ ഒരു ഫുഡിൻ്റെ കൊണ്ടാണോ അല്ല കേരളത്തിൽ എന്താണ് ക്യാൻസർ? പിന്നെ ത്രിപുരയിലും ക്യാൻസർ അതുപോലെ കാണുന്നു അന്നൊരു സംഭവം കൂടിയുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കും, ഇതെന്താണ് നമ്മുടെ കേരളത്തിലുള്ള ഭക്ഷണ രീതിയുടെ മാറ്റമാണ്? ഒന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലും ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം എത്ര രോഗികൾക്ക് ക്യാൻസർ വന്നു എന്നുള്ള സർവേ ഉണ്ട്, കണക്കുണ്ട്. കണ്ണ ഹോസ്പിറ്റലിൽ അവർ പോകുന്നു. കുറച്ചും കൂടി അവർ എഡ്യൂക്കേറ്റഡും കൂടിയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം ഇവരുടെ നമ്മുടെ നമ്മുടെ ഭരണഘടനയുടെയും കുറേ കൂടെ മാറ്റങ്ങളുണ്ട്. കാരണം എവിടെ നിന്നാണ് ഒരു രോഗി ഏത് രോഗം വന്നു, അത് ക്യാൻസർ ആയിക്കോട്ടെ അല്ല ഏത് രോഗമാണോ വന്നു, ഇത്ര ആൾക്കാർക്ക് ഈ രോഗം വന്നു എന്നുള്ളത് നമുക്കിവിടെ ശരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ ബാക്കി സ്ഥലങ്ങളിൽ ക്യാൻസർ ഇല്ല, കേരളത്തിൽ മാത്രമാണ് ക്യാൻസർ ഉള്ളത്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊന്നുമല്ല ശരിയായ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഫുഡിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ മധുരം അധികം ഉപയോഗിക്കരുത്, മധുരം ക്യാൻസർ വരാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് എന്ന് പറയും. പക്ഷെ മധുരം അധികം ഉപയോഗിക്കുന്ന പഞ്ചസാര ഒരിക്കലും നല്ലതല്ല. കാർബോഹൈഡ്രേറ്റാണ് പഞ്ചസാര നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒരിക്കലും നല്ലതല്ല. പക്ഷെ നമ്മൾ ഒട്ടും മധുരം ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കുറച്ച് മധുരമൊക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്ക് കുറച്ച് നമ്മുടെ ഒരു നമ്മൾ ബ്രെയിനിലേക്ക് വരെ ഉള്ള എല്ലാ സിസ്റ്റവും എല്ലാ ഫങ്ഷനും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ കുറച്ച് മധുരമൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഒത്തിരി മധുരം ഉപയോഗിക്കുന്നത് ഒട്ടും നല്ലതല്ല. പക്ഷെ അത് ക്യാൻസറിനെ വരുത്തി വെക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും അറിവൊന്നുമില്ല. പക്ഷെ നമ്മൾ മധുരം കുറച്ചങ്ങോട്ട് കുറയ്ക്കുവാണെങ്കിൽ, അല്ലാതെ മധുരം നമുക്ക് തീരെ ഉപേക്ഷിക്കണം എന്നല്ല, കുറയ്ക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് അല്ലെ നമ്മുടെ പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ ടെസ്റ്റിന് ഒക്കെ നമ്മൾ ഈ ക്യാൻസർ വന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്യുക എന്നതിനേക്കാളും നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാണ്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തി മാത്രം, അതായത് ഒരു 25 വയസ്സുള്ള ഒരു വ്യക്തിയോ അല്ലെ ഒരു 20 വയസ്സുള്ള ഒരു 19 വയസ്സുള്ള ഒരു കുഞ്ഞുങ്ങൾ ഓടിപ്പോയിട്ട് ഈ ക്യാൻസർ ടെസ്റ്റ് മുഴുവൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അതിനകത്ത് അവർക്ക് ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആരും അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ചെയ്യണ്ട. അപ്പം അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊരു 40+ വരുമ്പം നമ്മൾ ക്യാൻസർ ടെസ്റ്റുകളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ആണുങ്ങളാണെങ്കിൽ അവർക്കൊരു ശരിക്കും ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പം അവർക്ക് നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ഏജ് ഒരു 40 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആദ്യമുള്ള ഒരു ശരീരഘടനയല്ല, നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമ്മുടെ ഏത് ശരീരഭാഗമായിക്കോട്ടെ നമ്മൾ ആദ്യമുള്ളതിനേക്കാളും നമുക്ക് ശോഷിച്ച് വരുന്നൊരവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഒരു 40++ലേക്കൊക്കെ വരില്ല, അല്ലെങ്കിൽ 50+ലേക്ക് വരുമ്പം ആണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പോസ്റ്റേറ്റ് ഗ്രന്ഥി അത് ശരിക്കും
വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഭൂരിപക്ഷം ആണുങ്ങൾക്കുണ്ട്. കാരണം ഈ ഒരു ഗ്രന്ഥി മാത്രമാണ് ഈ ഒരു ഏജിന് ശേഷം നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ഏജിൽ പെട്ട ആൾക്കാർക്കൊക്കെ ഭൂരിപക്ഷം വരുന്ന ഒരു ക്യാൻസറാണ് പോസ്ട്രേറ്റ് ഗ്രന്ഥി ക്യാൻസർ. അപ്പം അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും. അങ്ങനെ ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നമ്മൾ ഈ ഒരു ഗ്രന്ഥി വളരുന്നു എന്നുള്ളൊരു സിംറ്റം, പല രീതിയിലുള്ള സിംറ്റംസ് നമുക്ക് വരുന്നുണ്ടാവും. അപ്പം ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർ ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പം അവിടെ ഒരു ടെസ്റ്റ്, അങ്ങനെ ഒരു രോഗമുള്ള ആൾക്കാർ, ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് 50 വയസ്സുള്ള എല്ലാവരും ഓടിപ്പോയിട്ട് എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നവർ അതിനെക്കുറിച്ചുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവാം, ക്യാൻസർ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവർ ചെയ്തിരിക്കണം. അതൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ശരിക്കും ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളാറെക്ടൽ ക്യാൻസർ ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് വൻകുടൽ, അങ്ങനെ ഉള്ള റെക്ടൽ ക്യാൻസർ, അതൊക്കെ ഭൂരിപക്ഷമായിട്ട് നമുക്ക് വരുന്ന ഒരു സംഭവം. അതൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാം. കാരണം എന്തെങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, കാരണം മലത്തിന് വരുന്നൊരു കളർ മാറ്റം ഉണ്ടാവാം, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സംശയമുണ്ട്, അവർക്ക് CEA എന്നുള്ള ഒരു ടെസ്റ്റ് അവർക്ക് ചെയ്യാം. ആ ടെസ്റ്റ് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ടെസ്റ്റാണ്. പിന്നെ ഒവേറിയൻ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ, കാരണം നമ്മൾക്ക് ഈ ഒരു 40 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മെൻസസ് ഒക്കെ നിൽക്കുന്ന ഒരു ടൈമാകും. അപ്പോൾ ആ ഒരു ടൈമിൽ ഭൂരിപക്ഷം പേർക്കും, അതായത് ഒവേറിയൻ ക്യാൻസറോ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ, ചെറിയ സിസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കെന്ന് ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ ശരിക്കും മെനോപോസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ള ഒരു സ്ത്രീകൾ ഓടിപ്പോയിട്ട് ഇത് ചെയ്യണം എന്നുള്ളതല്ല. അവർക്ക് CA 125 അങ്ങനത്തെ ഒരു ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ശരിക്കും പുകവലിക്കുന്നവരിലോ അല്ലെ നിർത്തി ചുമ, നമ്മൾ പഴയ സ്ത്രീകളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ അടുപ്പിലൊക്കെ ഒത്തിരി പുക, പലതരത്തിലുള്ള വിറകുകളൊക്കെ അടുപ്പിൽ ഊതി കത്തിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അടുപ്പിലൊക്കെ തീ കത്തിക്കുന്നവരൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇന്നെല്ലാം കൂടുതൽ ഗ്യാസിൽ തന്നെയാണ്. പക്ഷെ ഈ ഒരു തരത്തിലുള്ള പുകയും നമ്മൾ ശരിക്കും നമുക്ക് ശ്വാസകോശത്തിന് അതൊന്നും നല്ലതല്ല. പിന്നെ അങ്ങനെ ഉള്ളവർക്ക് എന്താ ഞാൻ പറഞ്ഞല്ലോ, നിർത്താതെ ചുമയോ പ്രശ്നങ്ങളോ നെഞ്ചിലൊരു വിഷമോ ശ്വാസം മുട്ടൽ പോലെയോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും നമ്മൾ അത് ലിവറിന് അങ്ങനെയൊക്കെ ഒരു പ്രശ്നം, ലിവറിനും ശ്വാസകോശവും അങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റെതായ നമ്മളൊരു സിംറ്റം കാണുവാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊക്കെ കാണിക്കുക. ലിവറിന് ഇപ്പം ഫാറ്റി ലിവർ ഇല്ലാത്തവരാരും ഇല്ല. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇന്നത്തെ ഒരു നമ്മുടെ ഫുഡിൻ്റെ രീതിയൊക്കെ ആയിരിക്കാം. ശരിക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 1 സർവ്വസാധാരണമാണ്. ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഇല്ലാത്ത ഒരാളും ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിക്കും നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇന്ന് ശരിക്കും കൊളസ്ട്രോൾ ഉണ്ട്. കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കണ്ടൻറ്റ് എന്താണ്? ശരിക്കും നമ്മൾ കൊഴുപ്പ് തന്നെ അടിച്ചു കയറ്റി കൊടുക്കുന്ന ഫുഡ് മുഴുവൻ അവർക്ക് കൊഴുപ്പ് തന്നെയാണ്. പിന്നെ ടിൻ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും ഈ ഒരു ലിവറിന് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ല ലിവറിന് ശരിക്കും നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ലിവറിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ഫാറ്റി ലിവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലിവർ ഫങ്ഷനൊക്കെ ചെയ്യണം. SGPT SCOT അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിവറിൻ്റെ അത്യാവശ്യമൊക്കെ ഫങ്ഷനൊക്കെ അറിയാൻ കഴിയും. പിന്നെ നമുക്ക് ദഹനക്കുറവ് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതൊരു ക്യാൻസർ ആണോ എന്തോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ ആൽഫ ബീറ്റ പ്രോട്ടീൻ ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും. പിന്നെ നമ്മുടെ വയറിനുള്ളിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയാൻ CA 90.9 ആ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും. പിന്നെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ശരിക്കും പറയാം മാമോഗ്രാമൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടെസ്റ്റിംഗ് നമ്മൾ സെൽഫ് എക്സാമിനേഷൻ തന്നെയാണ്. നമ്മൾ ഓരോ വ്യക്തിയും, നമ്മളിപ്പം അമ്മമാരായിക്കോട്ടെ, നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. കാരണം ഈ ക്യാൻസർ എന്നുള്ള ഈ സംഭവം നമുക്ക് വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ഏത് അമ്മമാരാണേലും നമ്മൾ പെൺമക്കളോടാണേലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൽ നാണക്കേടോ ഒരു വിഷമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സെൽഫ് എക്സാമിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ കുളിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമ്മൾ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു തടിപ്പോ മുഴയോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി, അതൊക്കെ നമ്മൾ നോക്കി എന്തെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ വേദനകൾ ഉള്ള മുഴകളൊന്നും ആയിരിക്കില്ല. കാരണം വേദനയുള്ള മുഴയാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ വന്നാലോ ഒരു വേദനയുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് ശരിക്കും നമ്മളൊരു 15 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസമൊന്നും വേണ്ട, നമ്മൾ 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ വേദന കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും.
പക്ഷെ വേദന ഇല്ലാത്ത മുഴയാകുമ്പം നമ്മുടെ നോട്ടത്തിൽ ഇത് വരില്ല. കാരണം നമ്മൾ എക്സാമിനേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്കും ആ മുഴ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അത് ആ മുഴ എവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബ്രസ്റ്റിന് ഉള്ളൊരു ക്യാൻസർ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെൽഫ് എക്സാമിനേഷനാണ്. പിന്നെ നമ്മൾ മാമോഗ്രാമാണ്. പിന്നെ നമ്മൾക്ക് റെക്ടൽ ക്യാൻസർ അതൊക്കെ വരുന്നിടത്ത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ കൊളോനോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ അങ്ങനെ ചെയ്യുക. അതൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അറിയാം. അതായത് നമ്മൾ വെറുതെ ഓടിപ്പോയി ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, കാരണം ഓരോരുത്തരുടെ അവനവൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓരോ വ്യക്തിക്ക് ഏത് രീതിയിലാണ് നമ്മൾ രോഗം വരിക അല്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം അവർക്ക് രോഗമാണ്, അല്ല എൻ്റെ ഫ്രണ്ട്സിന് രോഗമാണ്, ആ ഫാമിലി എടുക്കുമ്പോൾ അവർക്ക് ഇത്രയും രോഗമാണ്, കാരണം എനിക്കിങ്ങനെ വരുമല്ലോ, എനിക്കിങ്ങനെയാണല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും വരില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവം അറിയാതെ നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. കാരണം നമ്മളെ പടച്ചവൻ അറിയാതെ നമുക്കൊന്നും വരില്ല. കാരണം വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെയുള്ള എല്ലാ മാർഗങ്ങളും തമ്പുരാൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ആദ്യം രോഗത്തെക്കുറിച്ച് പേടിക്കരുത്. എനിക്കില്ലാത്ത പേടിയാണ് രോഗം വരുമോ എന്നുള്ള വിചാരിച്ച് ഓരോ ഫ്രണ്ട്സ് തന്നെ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നു. കാരണം ഞാനിത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നു, പക്ഷെ അവർക്കത് വരുമോ എന്ന് വിചാരിച്ച് അവർക്ക് ഒത്തിരി പേടിക്കുന്നു. അങ്ങനെ ആരും പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ക്യാൻസറിൻ്റെ ഇതായ യാതൊരു സിംറ്റം ഒന്നും ഇല്ലാണ്ട് ആരും ഒന്നും ഓടിപ്പോയിട്ട് ടെസ്റ്റ് കാര്യമൊന്നും ചെയ്യേണ്ട കേട്ടോ. അപ്പം അങ്ങനത്തെ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. കാരണം നമ്മൾ അങ്ങനെ വെറുതെ അങ്ങനെ ഓടിപ്പോയിട്ടേ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഏതായാലും നിർത്തുവാണ്. ഇനിയിപ്പോൾ കുറേ ടൈമൊക്കെ ആയിട്ടല്ലേ എണീറ്റൊക്കെ ഇരുന്നല്ലോ. ഇനിയിപ്പം കുറച്ച് ജ്യൂസൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഇന്നിങ്ങനെ എൻ്റെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.